ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ശിശുക്കളെയും അവരെ തടയുന്ന അപ്പോസ്തലന്മാരെയുമാണ്. അതിനുശേഷം ഈശോ ഈ ശിശുക്കൾക്കാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശിശുക്കളെ മഹത്വപ്പെടുത്തുന്നതും ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരിവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശിശുക്കളെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് മാതാപിതാക്കളായിരിക്കണം. അങ്ങനെ അനുമാനിക്കാനാണ് ഈ സുവിശേഷ സാഹചര്യം നമ്മെ പ്രേരിപ്പിക്കുന്നത്. മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈശോയുടെ അടുക്കലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈശോ അവരെ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവർ ഈ ശിശുക്കളെ തടഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ തടഞ്ഞുകൊണ്ട് ഈശോയുടെ അടുക്കലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരായിട്ട് ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ മാറിപ്പോകുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കടന്നു വരുന്നവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ജീവിത ഭാഗങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. ഈശോ തളർവാദ രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനെ വീട്ടിലിരുന്ന് സുഖപ്പെടുത്തുന്ന ആ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ്. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്നതുകൊണ്ട് ആളുകൾക്ക് ഈ കട്ടിലുമായിട്ട് ഈ മനുഷ്യനെ, ഈ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവർ മേൽക്കൂര ഇളക്കി ഈ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ജനക്കൂട്ടമാണ്. ഇനി ഈശോ ജൈറോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈശോ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട്. ഈശോ അവൾ ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ പരിഹസിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ അവിടെ കാണുന്നുണ്ട്. തടസ്സം നിൽക്കുന്ന ആളുകൾ. രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ, അവൾക്ക് ഈശോയുടെ അടുക്കലേക്ക് വരാനായിട്ട് തിക്കിഞ്ഞിരിക്കു വരേണ്ടി വന്നു. തടസ്സമായിട്ട് നിൽക്കുന്ന ആളുകൾ അവിടെയും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുന്ന മനുഷ്യർക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ, ഈശോ തന്നെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, പ്രിയപ്പെട്ടവരെ, നമ്മളെ കണ്ട് മറ്റുള്ളവർ ഈശോയിലേക്ക് വരുന്നതിൽ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, പ്രാർത്ഥിക്കുന്നതിന് ആർക്കെങ്കിലുമൊക്കെ വിഘാതമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ എന്താണ് നന്നാകാത്തതെന്ന ചോദ്യം നമ്മളെയൊക്കെ നോക്കി ആളുകൾ ചോദിക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയ്ക്കും ആ മനുഷ്യർക്കുമിടയിൽ ഒരു വിലങ്ങുതടി പോലെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് പറ്റിയ അതേ വീഴ്ച തന്നെ നമുക്കും വന്നു പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ആളുകളെ തടഞ്ഞു വയ്ക്കുന്ന ഒരു ഭാവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. സുവിശേഷത്തിൽ അടുത്തൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാതാപിതാക്കൾക്കൊരു ബോധ്യമുണ്ട്, ഈശോ എന്ന് കൈതൊട്ട് അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഈ ഒരു ബോധ്യമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളുമായിട്ട് ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ, നമ്മുടെ നിയോഗങ്ങളുമായിട്ട് ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ, കർത്താവ് എന്ന് കൈതൊട്ടാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ നിയോഗങ്ങൾ കൃപകളായിട്ട് മാറും. ഈ ഒരു ബോധ്യം കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈ സുവിശേഷം നമ്മെ ഓരോരുത്തരെയും, പ്രിയപ്പെട്ടവരെ, ക്ഷണിക്കുന്നുണ്ട്. പിന്നെ ഈശോ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പോലെ ആകുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്വർഗരാജ്യം ഒരുക്കി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള വെളിപാട് നമ്മൾ കാണുന്നുണ്ട്. വഴികളൊക്കെ നേരെയാക്കും, വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കും, കുന്നുകളൊക്കെ ഇടിച്ചു നിർത്തും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുന്നുകൾ ഇടിച്ചു നിർത്തിയും വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കിയും ശിശുക്കളെ പോലെ നിർമ്മലമായിട്ട് ജീവിതം കയ്യെത്തിപ്പിടിക്കാൻ, ജീവിതം നമ്മുടെ സ്വത്തായിട്ട് മാറ്റാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള കുന്നുകളെയും മലകളെയൊക്കെ നികത്തി ഈശോ പറയുന്ന ഈ ശിശുക്കളെ പോലെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ ഈ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ തടസ്സം നിൽക്കുന്നവരായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. രണ്ടാമതായിട്ട്, ഈ മാതാപിതാക്കളുടെ ഒരു ബോധ്യം, ഈ കുഞ്ഞുങ്ങളെ ഈശോ തൊട്ടാൽ സൗഖ്യപ്പെടും, ഈ കുഞ്ഞുങ്ങളെ ഈശോ തൊട്ടാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന ബോധ്യത്തിലേക്ക് നമ്മളൊന്ന് ഉയരാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ ജീവിതം നിർമ്മലമാക്കി സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാൻ ഈ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.